എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. കാബേജ് തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് വളരെ ടേസ്റ്റായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. കൂടാതെ ഇതൊരു സദ്യ സ്പെഷ്യൽ കാബേജ് തോരനും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഈസി ആയിട്ട് എങ്ങനെ സദ്യ സ്പെഷ്യൽ അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ കാബേജ് തോരൻ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാബേജ് ഉപ്പേരിക്കായിട്ട് ഇതുപോലെ കാബേജിൻ്റെ ലീഫ് ഞാൻ അടർത്തിയെടുത്തേക്കാണ്. നമ്മൾ കഷ്ണാക്കിയിട്ട് മുറിക്കണേക്കാളും എപ്പോഴും നല്ലത് ഇതുപോലെ ലീഫ് അടർത്തിയെടുത്താൽ അതിൻ്റെ ഇടയിൽ വല്ല പ്രാണികളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഓരോ ലീഫിൻ്റെയും ഇടയ്ക്ക് ഒരു കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു കട്ടിയുള്ള ഭാഗം ഉണ്ടാവും. അത് നമുക്ക് ഉപ്പേരിക്ക് അത്ര ആവശ്യമില്ല കേട്ടോ. അത് അത്ര നല്ലതല്ല. കറക്റ്റായിട്ട് വേവുമില്ല, ഒരുപാട് വെള്ളം ഉണ്ടാവും അതിൽ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് വേണം ചെറുതായിട്ട് നുറുക്കിയെടുക്കാൻ. ഇനി ഈ കാബേജ് മുഴുവൻ നല്ല ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് വരാം. കാബേജ് നല്ല ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു 5 പച്ചമുളക്, ഒരു 10 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തേക്കണത്. ഇത് മൂന്നും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാം. കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ കാബേജിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ആവാതിരിക്കാൻ പ്രത്യേകം നോക്കണം, കാരണം ഇത് ഒന്ന് വാടി കിട്ടിയാൽ കുറച്ച് കുറയും. അപ്പോൾ അതനുസരിച്ചിട്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കി വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് നാളികേരം ചിരകിയത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊട്ടിക്കിട്ടട്ടെ കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് രീതിയിൽ കാബേജ് തോരനോ അല്ലെങ്കിൽ ഉപ്പേരിയോ തയ്യാറാക്കുകയാണെങ്കിലും വെള്ളം തീരെ ഒഴിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കരുത്. ഒന്ന് വാടിയാൽ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ കാബേജിന് വളരെയധികം വേവ് കുറവാണ്. കുറച്ച് നേരം ഒന്ന് ഫ്ലെയിമിലിട്ടാൽ തന്നെ കാബേജ് നന്നായിട്ട് വാടിക്കിട്ടും. അതുകൊണ്ട് തീരെ വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കാരണം ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യമായിട്ട് ഇടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. കാബേജ് ഉപ്പേരി അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതൊരു സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കാബേജ് തോരനാണ്. സദ്യക്ക് ഇതുപോലെയാണ് കേട്ടോ കാബേജ് തോരൻ ഉണ്ടാക്കുക. കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും. ഒരുപാട് വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. കാബേജ് തോരൻ ഇതാ ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കാബേജ് തോരനാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ടും പറ്റും. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.